നടൻ മേഘനാഥൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. പ്രശസ്ത നടൻ ബാലൻ കെ നായരുടെ മകനാണ്. AK ലതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലതീഷ, വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനായിരുന്നു മേഘനാഥൻ. ഈ 60ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഈ മാസം 6 മുതൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സിനിമാ സീരിയൽ നടനായ മേഘനാഥൻ. 60 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം സംഭവിക്കുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ നടൻ ബാലൻ കെ നായരുടെ മകനാണ്. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ 2 മണിക്ക് നടക്കും. മൃതദേഹം അല്പസമയം മുമ്പ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ ഷൊർണൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 1983 പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ സിനിമ. ചെങ്കോൽ, ഈ പുഴയും കടന്ന്, ചമയം, ഉത്തമൻ, ആക്ഷൻ ഹീറോ ബിജു തുടങ്ങി 50ലധികം സിനിമകളിൽ മേഘനാഥൻ വേഷമിട്ടു. വില്ലൻ വേഷങ്ങളിലൂടെ തന്നെയാണ് മേഘനാഥൻ ശ്രദ്ധേയനായത്. ഒപ്പം നിരവധി സീരിയലുകളിലും അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആര്യ, നിലവിൽ ഇന്ന് 2 മണിയോടെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഷൊർണൂരിലേക്ക് പുറപ്പെട്ടോ? ഈ മൃതദേഹവുമായുള്ള വാഹനം ഷൊർണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ? 6 മണിയോടുകൂടി തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹവുമായി ആംബുലൻസ് ഷൊർണൂരിലെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാരണം 2 മണിക്ക് ആണ് മരണം സംഭവിച്ചത്. അതിനുശേഷം മറ്റു ആശുപത്രിയിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പരമാവധി വേഗത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ തന്നെ മൃതദേഹവുമായി ആംബുലൻസ് ഷൊർണൂരിലെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കുക. പൊതുദർശനം ഉൾപ്പെടെയുള്ളവ വീട്ടിൽ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആര്യ, AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.